ഓം ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണുഃ ഗുരുർദേവോ മഹേശ്വരഃ ഗുരുസാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ഓം സഹനാവവതു സഹനൗ ഭുനക്തു സഹ വീര്യങ്കരവാവഹൈ തേജസ്വിനാവധീതമസ്തു മാ വിദ്വിഷാവഹൈ. ഓം ശാന്തി ശാന്തി ശാന്തി. ഏഷ സർവേഷു ഭൂതേഷു ഗൂഢഃ ആത്മാ ന പ്രകാശത്തെ ദൃശ്യത്തെ തു അഗ്രയാ ബുദ്ധിയാ സൂക്ഷ്മയാ സൂക്ഷ്മദർശിഭി. അങ്ങേയറ്റം അഗ്രയായ സൂക്ഷ്മയായ ബുദ്ധി കൊണ്ട് ആത്മദർശനത്തിലേക്ക് ഉയരുന്നു. എന്താണതിൻ്റെ അനിവാര്യത? അപ്പം പറഞ്ഞു, സകല ഭൂതങ്ങളിലും ഗൂഢമായിരിക്കുന്ന ആത്മാ പ്രകാശിക്കുന്നില്ല. ഒട്ടും പ്രകാശിക്കുന്നില്ലേ? അപ്പോഴാണ് അഗ്രയായിരിക്കുന്ന ബുദ്ധിയാൽ സൂക്ഷ്മദർശികൾക്ക് പ്രകാശിപ്പിക്കപ്പെടുന്നു എന്ന് പറഞ്ഞത്. ഈ ഒരു സൂക്ഷ്മബുദ്ധി, ഈ ഒരു അഗ്രബുദ്ധി നേടുകയാണ് ഇനി സാധകൻ വേണ്ടത്. അതിനെന്ത് ചെയ്യണം? അതിനാണ് എല്ലാ സാധനകളും ഉപാസനകളും വിധിക്കപ്പെട്ടിട്ടുള്ളത്. എല്ലാം. അതിൻ്റെ മൊത്തം ഒരു സാരം ഇവിടെ പറയുകയാണ്. എന്താണ് സാധന? യച്ഛേദ്വാങ്മനസി പ്രാജ്ഞഃ തദ് യച്ഛേത് ജ്ഞാന ആത്മനി ജ്ഞാനമാത്മനി മഹതി നിയച്ഛേത് തദ് യച്ഛേത് ശാന്ത ആത്മനി. യച്ഛേദ്വാങ്മനസി പ്രാജ്ഞഃ തദ് യച്ഛേത് ജ്ഞാന ആത്മനി ജ്ഞാനമാത്മനി മഹതി നിയച്ഛേത് തദ് യച്ഛേത് ശാന്ത ആത്മനി. യച്ഛേത് വാക്ക് മനസ്സീന്നവിടെ ദീർഘമുണ്ട്. അത് നമ്മൾ മനസ്സി എന്ന് മനസ്സിലാക്കണം. ദീർഘം ഒഴിവാക്കിയിട്ട് മനസ്സിലാക്കണം. ദീർഘം തിരുത്തരുതേ. ദീർഘം ഛാന്തസമാണ്. നമുക്ക് അർത്ഥം മനസ്സിലാവണമെങ്കിൽ മനസ്സീന്നുള്ളത് മനസ്സി എന്നാക്കണം, ഹ്രസ്വമാക്കണം. വാക്കിനെ മനസ്സിൽ നിയമിക്കൂ, ഒതുക്കൂ. ഇതാണ് ആദ്യം പറയുന്നത്. ഒതുക്കുക അല്ലെങ്കിൽ കൊടുക്കുക എന്നൊക്കെയാണ് യച്ഛേന്ന് പറഞ്ഞ അർത്ഥം. ഇവിടെ ഒതുക്കുക, നിയമിക്കുക. അതാണ് ആദ്യത്തെ സാധന. എല്ലായിടത്തും ഒരൊറ്റ സാധനാക്രമം മാത്രമല്ല, അനേകായിരം പ്രകാരത്തിലുള്ള സാധനാക്രമങ്ങളെ ശാസ്ത്രം വിധിക്കുന്നുണ്ട്. ലക്ഷ്യമൊന്നാണ്, സൂക്ഷ്മബുദ്ധി അഥവാ ശുദ്ധബുദ്ധി, ഏകാഗ്രബുദ്ധി നേടുക.
മനസ്സിൻ്റെ ശുദ്ധിയും ബുദ്ധിയുടെ ഏകാഗ്രതയുമാണ് സാധനയിലൂടെ പ്രാപിക്കാനുള്ളത്. അതിനായിക്കൊണ്ട് ഓരോ വ്യക്തിയുടെയും ഗുണഭേദമനുസരിച്ച്, അവസ്ഥ അനുസരിച്ച്, ബൗദ്ധികമായ തലമനുസരിച്ച് വ്യത്യസ്ത സാധനകൾ സ്വീകരിക്കേണ്ടതായി വരും. ഇവിടെ ഉപനിഷത്തിൽ ഒന്ന് പറയുന്നു, ഇനിയും പറയാൻ പോകുന്നുണ്ട്, വേറെയും പറയാൻ പോകുന്നുണ്ട്. ഇവിടെ ഇപ്പോൾ ഒന്ന് പറയുന്നു. വിവിധ ഉപനിഷത്തുകളിൽ വിവിധ സാധനകൾ പറയുന്നുണ്ട്. ഉപനിഷത്ത് അനുസന്ധാനം ചെയ്യുന്നത് തന്നെ സാധനയാണ്. ഏതായാലും ഇവിടെ പറയുകയാണ്, യച്ഛേത് വാക് മനസ്സി. വാക്കിനെ മനസ്സിൽ നിയമിക്കൂ. നമ്മൾ ഏറ്റവും അധികം പലതിലേക്ക് പോകുന്നത്, നമ്മുടെ തന്നെ ഊർജം ഏറ്റവും നഷ്ടപ്പെടുത്തുന്നത് ബാഹ്യലോകത്തിൻ്റെ എല്ലാ കെട്ടുപാടിലേക്കും പോയി പെടുന്നത് വാക്കുകൊണ്ടാണ്. ജീവിതത്തിൽ എല്ലാ ഉയർച്ചയും താഴ്ചയും ഒക്കെ വാക്കുകൊണ്ട് തന്നെയാണ്. എന്തെല്ലാം പൊല്ലാപ്പ് നമുക്ക് ജീവിതത്തിൽ ഇപ്പോൾ ഇതുവരെ ഈ നിമിഷം വരെ ഉണ്ടായിട്ടുണ്ടോ, അതൊക്കെ വാക്കുകൊണ്ടാണ്. വാക്കിനെ വിനിയോഗിക്കുന്നത് അറിയാത്തത് കൊണ്ടാണ്. എല്ലാവർക്കും നമ്മളോട് സ്നേഹവും വാക്കുകൊണ്ടായിരിക്കും, പല്ല് പോണതും വാക്കുകൊണ്ട് തന്നെയാവും. അതെ, അല്ല, പല്ല് പോയാലും തിരക്കേടില്ല, കഴുത്ത് പോണതും വാക്കുകൊണ്ട് തന്നെയാവും. അല്ലേ, ആലോചിച്ച് നോക്കൂ, എല്ലാം വാക്കാണ്. അപ്പം ആദ്യം പറയുന്നത്, നിൻ്റെ വാക്കിനെ മനസ്സിലൊതുക്കൂ. വാക്ക് പുറത്തേക്ക് വരുന്നത് മനസ്സിലൂടെയാണ്. പരാ, പശ്യന്തി, മധ്യമ, വൈഖരി എന്നിങ്ങനെ വാക്കിൻ്റെ 4 അവസ്ഥകൾ അല്ലെങ്കിൽ ഭാവങ്ങൾ. വൈഖരിയായിട്ട് പുറത്തേക്ക് വരുമ്പോഴാണ് നമ്മളൊക്കെ കേൾക്കുന്നത്. അപ്പോഴാണ് ശബ്ദരാശിയായിട്ട് പുറത്തു വരുന്നത്. എന്നാൽ വൈഖരിയായി പുറത്തു വരുന്നതിന് മുമ്പ് മധ്യമാരൂപത്തിൽ അത് പൂർണ്ണമാകുന്നുണ്ട് മനസ്സിൽ. ഇന്നിന്ന വാക്കുകൾ പറയണം എന്ന നിലയ്ക്ക്. അതിനു മുമ്പ് പശ്യന്തി രൂപത്തിൽ അതിനേക്കാൾ സൂക്ഷ്മമായിട്ട് വരുന്നുണ്ട്. അതിനു മുമ്പ് ഉള്ളിൽ വാക്ശക്തിയുണ്ട് പരാരൂപത്തിൽ. അപ്പോൾ ബാഹ്യമായി വാക്ക് പ്രകടമാകുന്നത് ഒരു സംശയമില്ലാതെ പറയാം മനസ്സിൽ നിന്നാണ്. മനോഹ്യാത്മാ വാഗ്ജായ എന്ന് ശ്രുതിയുണ്ട്. മനസ്സ് ഒരാളും വാക്ക് അയാളുടെ ജായയുമാണ്. ജായ എന്ന് പറഞ്ഞാൽ വൈഫ് എന്ന് പറയാം. പക്ഷേ വൈഫ് എന്നുള്ളതിന് ജായയ്ക്ക് വിശേഷമുണ്ട്. തനിക്കായി മക്കളെ തരുന്നവൾക്കേ ജായ എന്ന് പറയൂ. തനിക്കായി മക്കളെ ഉത്പാദിപ്പിക്കുന്നവൾക്കേ ജായ എന്ന് പറയും. തൻ്റെ ഒന്നിച്ച് ജീവിത ലക്ഷ്യത്തിലേക്ക് സഞ്ചരിക്കുന്നവളെയാണ് പത്നി എന്ന് പറയുന്നത്. പത്നി, അതാണ് ഏറ്റവും നല്ല വാക്ക്. ഒന്നിച്ച് ഒരു വലിയ ലക്ഷ്യത്തിലേക്ക് ഒന്നിച്ച് സഞ്ചരിക്കുന്നവരാണ് പതിയും പത്നിയും. അത് നല്ല വാക്ക്. അതാണ് മഹാമോശം വാക്ക് ഭാര്യ എന്നുള്ളതാണ്. ഭരിക്കപ്പെടുന്നവൾ, അവൻ വലിയ ഭരിക്കുന്നവനും. പിന്നല്ല, ഭർത്താവ് എന്ന് പറഞ്ഞാൽ ഭരിക്കുന്നവൻ, ഭരിക്കപ്പെടുന്നവൾ. അപ്പോൾ സ്ത്രീ ഭരിക്കപ്പെടേണ്ടവളാണെന്നാണ് അതിൻ്റെ ഒരു ധ്വനി. അത് വേണ്ടെന്നാണ് അഭിപ്രായം. ഭാര്യ എന്നുള്ള വാക്കൊട്ടും നല്ലതല്ല എന്നാണ് നമ്മളെ അഭിപ്രായം. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ സ്വീകരിക്കുക, എന്ത് വേണമെങ്കിൽ ചെയ്യാം. നല്ല വാക്ക് പത്നിയാണ്, നല്ല വാക്ക്. അപ്പോൾ തനിക്കായിക്കൊണ്ട് സന്താനത്തെ ഉത്പാദിപ്പിക്കുന്നവളാണ് ജായ. അപ്പോൾ വാക്കിനെ ജായയായിട്ടും മനസ്സിനെ പതിയായിട്ടുമാണ് പറഞ്ഞിട്ടുള്ളത്.
ജനകനായിട്ട്. ജനകനാണ് മനസ്സ്, ജനനിയാണ് വാക്ക്. കാരണം മനസ്സ്, കാര്യം വാക്ക്. അപ്പോൾ കാര്യരൂപമായ വാക്കിനെ കാരണമായ മനസ്സിൽ നിയോഗിക്കൂ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? പുറത്തേക്ക് വർത്തമാനം ഇല്ല, പിന്നെ പരിപൂർണ മൗനായി. വാക്ക് പുറത്തേക്ക് വരണ്ട, കാരണത്തിലൊതുക്കി. അങ്ങനെ വാക്കിനെ നീ ഒതുക്കൂ ഉള്ളിൽ, അതിൻ്റെ കാരണത്തിൽ ഒതുക്കൂ. ഇവിടെ വാക്ക് എന്നുള്ളത് ഉപലക്ഷണാർത്ഥത്തിൽ എടുക്കുക. വാക്ക് എന്നുള്ളത് ഉപലക്ഷണാർത്ഥത്തിൽ എടുത്താൽ കർമ്മേന്ദ്രിയങ്ങളെ മുഴുവൻ അർത്ഥമാക്കും. വാക്ക്, പാണി, പാദം, പായു, ഉപസ്ഥം, 5 കർമ്മേന്ദ്രിയങ്ങൾ. ഈ കർമ്മേന്ദ്രിയങ്ങളെ മനസ്സിലൊതുക്കൂ. അപ്പോൾ കർമ്മേന്ദ്രിയങ്ങളെ ഒതുക്കി കഴിഞ്ഞാലോ അടുത്ത ഘട്ടം ജ്ഞാനേന്ദ്രിയങ്ങളെ ഒതുക്കുക. കർമ്മേന്ദ്രിയങ്ങളെ ഒതുക്കി അടുത്ത ഘട്ടത്തിൽ ജ്ഞാനേന്ദ്രിയങ്ങളെ ഒതുക്കാൻ പോകണം. ഒന്നിനെയും കാണണമില്ല, കേൾക്കണമില്ല, രുചിക്കണമില്ല, മണക്കണമില്ല, സ്പർശിക്കണമില്ല. അങ്ങനെ എല്ലാവിധ ഇന്ദ്രിയങ്ങളെയും ഇപ്പോൾ മനസ്സിലൊതുക്കി. ഇത് പ്രസംഗിക്കാൻ വളരെ എളുപ്പമാണ്, ഇത് പറയാൻ വളരെ എളുപ്പം. ചെയ്യാൻ അതികഠിനം. കാരണം ഇവരിങ്ങനെ അങ്ങനെ തിളച്ച് ശീലിച്ചതാണ് എത്ര ജന്മങ്ങളായിട്ട്. എന്ന് മാത്രമല്ല, ഏതെങ്കിലും ഒരു ഇന്ദ്രിയത്തെ നമ്മൾ അല്പം നിയന്ത്രിക്കാൻ നോക്കിയാൽ വേറൊരു ഇന്ദ്രിയം 10 ഇരട്ടിയിൽ പ്രവർത്തിക്കുന്നതാണ് പൊതുവെ. അപ്പോഴാണ് ഇന്ദ്രിയങ്ങളെ മുഴുവൻ നീ മനസ്സിലൊതുക്കൂ എന്ന് പറയണത്. അപ്പം അതിനെന്തൊക്കെ സാധനാവിശേഷങ്ങൾ വേണോ അതൊക്കെ ചെയ്യേണ്ടി വരും. ഞാൻ പറഞ്ഞത് എഴുതിക്കോളൂ എന്ന് പറഞ്ഞാൽ പേപ്പർ എടുക്കണം, പെണ്ണെടുക്കണം എന്നൊന്നും പറയേണ്ട ആവശ്യമില്ല. അപ്പം ഇന്ദ്രിയങ്ങളെ മനസ്സിലൊതുക്കൂ എന്ന് പറഞ്ഞാൽ അതിനാവശ്യമുള്ള പ്രാഥമിക സാധനങ്ങളെ മുഴുവൻ അനുവർത്തിക്കേണ്ടി വരും. അത് ഓരോരുത്തരെ സംബന്ധിച്ച് വ്യത്യസ്തമായിരിക്കും, എല്ലാവർക്കും ഒന്നല്ല. ഛേദ്വാങ് മനസി പ്രാജ്ഞ. അവിടെ മനസി എന്നുള്ള ദീർഘം വേദത്തിലായതുകൊണ്ട് അതങ്ങനെ തന്നെ മനസ്സിലാക്കുക. ഭാഷാപരമായി അത് മനസ്സി എന്ന് ഹ്രസ്വമാക്കണം, എന്നാലേ മനസ്സിൽ എന്നർത്ഥം കിട്ടുള്ളൂ. തദ് യച്ഛേദ് ജ്ഞാന ആത്മനേ. തദ് യച്ഛേദ്, അതിനെ, ഏതിനെ? മനസ്സിനെ. ഏത് മനസ്സിനെ? ഇന്ദ്രിയങ്ങളെ വിലയിപ്പിച്ച മനസ്സിനെ. ഇന്ദ്രിയങ്ങളെ, ജ്ഞാനേന്ദ്രിയങ്ങളെയും കർമ്മേന്ദ്രിയങ്ങളെയും വിലയിപ്പിച്ച മനസ്സിനെ ജ്ഞാന ആത്മനി യച്ഛേദ്, ബുദ്ധിയിൽ ലയിപ്പിക്കൂ, ബുദ്ധിയിൽ നിയോഗിക്കൂ. അപ്പം മനസ്സിൻ്റെ സങ്കല്പ വികല്പങ്ങൾ, അതാണോ ഇതാണോ അങ്ങനെയാണോ ഇങ്ങനെയാണോ, ഓണോ വേണ്ടയോ അവിടെയോ ഇവിടെയോ, ഇങ്ങനെയുള്ള എല്ലാ സങ്കല്പ വികല്പങ്ങളെയും നിശ്ചയാത്മികയായ ബുദ്ധിയിൽ നീ വിലയിപ്പിക്കൂ. ഇപ്പം അതിസൂക്ഷ്മ ബുദ്ധി മാത്രം. ഇപ്പം മനസ്സിൻ്റെ സ്പന്ദനം ഇല്ല വെച്ചാൽ ബുദ്ധി സൂക്ഷ്മയായി. ജ്ഞാന ആത്മനി എന്നുള്ളതിന് അവിടെ എങ്ങനെ ബുദ്ധി എന്ന് അർത്ഥമെടുക്കും എന്ന് ചോദിച്ചാൽ അതൊരു ചോദ്യമാണ്. കാരണം ജ്ഞാനസ്വരൂപമായ ആത്മാവിലെന്നല്ലേ അർത്ഥമെടുക്കേണ്ടത് എന്നാണ് നമുക്ക് സംശയം വരിക. അതാണ് ശുദ്ധം. അങ്ങനെയാണെങ്കിൽ അവിടെ തീരേണ്ടതായിരുന്നു മന്ത്രം, തീരണില്ല. അതിനെ അടുത്തതിൽ നിയോഗിക്കാൻ പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ സന്ദർഭാനുസരിച്ച് ജ്ഞാനം എന്ന ഭാവം ഏതൊരു ആൾക്കുണ്ടോ അത് ബുദ്ധി എന്നെടുക്കാനേ പറ്റൂ. ആത്മശബ്ദം ശരീരം എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുന്നുണ്ട്.
ചിലയിടത്ത് പ്രാണൻ എന്നുള്ള അർത്ഥത്തിൽ ഉപയോഗിക്കുന്നുണ്ട്, ചിലയിടത്ത് മനസ്സെന്നും ബുദ്ധി എന്നുള്ള അർത്ഥത്തിൽ ഉപയോഗിക്കുന്നുണ്ട്. പല അർത്ഥങ്ങളിൽ ഉപയോഗിക്കുന്നുണ്ട് ആത്മശബ്ദം. ഇപ്പോൾ സന്ദർഭം അനുസരിച്ച് അർത്ഥം പറയാനേ പറ്റൂ. അതുകൊണ്ട് ജ്ഞാനമയമായ ആത്മാ എന്ന് പറഞ്ഞാൽ ബുദ്ധി. മനസ്സിനെ ബുദ്ധിയിൽ ഒതുക്കൂ. പിന്നെയോ ജ്ഞാനമാത്മനി മഹതി നിയച്ഛേത്. ജ്ഞാനം, ആ ജ്ഞാനത്തെ, ബുദ്ധിയെ മഹതി ആത്മനി നിയച്ഛേത്, മഹത്തായ ആത്മാവിൽ നിയോഗിക്കൂ. അവിടെ മഹത്തായ ആത്മാവ് പരമാത്മാവാണ്. ഇവിടെ അർത്ഥം എടുക്കരുത്. എന്തുകൊണ്ട് എടുക്കരുതെന്ന് ചോദിച്ചാൽ വീണ്ടും പറയാൻ പോകുന്നുണ്ട്, അതിനെ നിയോഗിക്കാൻ പറയുന്നുണ്ട്. അഥവാ ഇതിനെ പരമാത്മാവ് എന്ന് അർത്ഥം എടുത്താൽ പിന്നെ അതിൻ്റെ അപ്പുറത്തേക്കൊന്നും ഉണ്ടാവാൻ പാടില്ല. അപ്പം നമ്മൾ നേരത്തെ സൂക്ഷ്മതാരതമ്യം പറഞ്ഞിരുന്നു, സൂക്ഷ്മതാ പാരമ്പര്യക്രമം പറഞ്ഞിരുന്നു. എന്താണത്? ഇന്ദ്രിയേഭ്യ പരാഹ്യർത്ഥ, അർത്ഥേഭ്യശ്ച പരം മനഃ, മനസ്സസ്തു പരാബുദ്ധി, ബുദ്ധേരാത്മാ മഹാൻ പര, മഹത്തപരം അവ്യക്തം, അവ്യക്താത് പുരുഷപര എന്ന് പറഞ്ഞിരുന്നു. ആ ക്രമത്തിലാണ് ഇവിടെയും പറയുന്നത്. അപ്പോൾ ബുദ്ധിയെ മഹാനാത്മനി എന്ന് പറഞ്ഞാൽ മഹത്തത്വത്തിൽ, മഹത്തിൽ നിയോഗിക്കൂ, ഒതുക്കൂ. അത് വലിയൊരു കുറച്ചുകൂടി സൂക്ഷ്മ സാധനയാണ്, അനുക്രമമായി സൂക്ഷ്മ സാധനയാണ്. വയ്യാത്തവരൊന്നും ചെയ്യരുതേ, പിന്നെ അത് വേണ്ടവണ്ണം അല്ലാതെ വന്നാൽ വിഷമാ. അവനവനെ പൊങ്ങണതേ എടുക്കാൻ പാടുള്ളൂ. പൊങ്ങണേൽ അധികം എടുത്താൽ പ്രശ്നമാണ്. നല്ലതൊക്കെ തന്നെ, നല്ലത് പറഞ്ഞിട്ട് എല്ലാവർക്കും ചെയ്യാൻ പാടില്ല. അവനവന് പറ്റില്ല വെച്ചാൽ ചെയ്യരുത്. പിന്നെ എന്താ ഉണ്ടായത്? അതപ്പോൾ അവിടെ ഉപനിഷത്തിന് പോയതാ, എന്നിട്ട് കിട്ടിയതാന്ന് പറയും. ഇതൊക്കെ എല്ലാവർക്കും പറ്റുന്ന തന്നെയാണ്. പക്ഷേ അവനവന് പൊങ്ങണതേ പാടുള്ളൂ. അതാണ് ശ്രദ്ധിക്കേണ്ടത്. അതായത് തൻ്റെതായ ബുദ്ധിയെ ഈ സമഷ്ടി ബുദ്ധിയിൽ വിലയിപ്പിക്കുക. സമഷ്ടി ബുദ്ധിയുടെ ഒരു ഭാഗം മാത്രമാണ് എൻ്റെ ബുദ്ധി എന്ന കാഴ്ചപ്പാടോടുകൂടി ഈ സമഷ്ടി ബുദ്ധിയിലേക്ക് താൻ സ്വയം വിലയിക്കുകയാണ്. അവിടെ തൻ്റെ വ്യഷ്ടിഭാവത്തിനുപരി സമഷ്ടി ബോധത്തിലേക്ക് താൻ ഉയരുകയാണ്. അവിടെ പിന്നെ വൈയക്തികമായ ഒന്നുമില്ല. പിന്നെ വൈയക്തികമായ സകല ഭാവവും അവിടെ കഴിഞ്ഞു. ആ തലത്തിൽ ദീർഘകാലം ചിലപ്പോൾ വേണ്ടി വരുന്നൊരു സാധനയാണ്. വിചാരം മാത്രമാണ് അവിടെ മാർഗം, വേറൊന്നുമില്ല. കഴിഞ്ഞില്ല. ഇനി പറയാണ് തദ് യച്ഛേത് ശാന്ത ആത്മനെ. അത് സകല വികാരങ്ങളും ഉപശമിച്ച, എന്ന് വെച്ചാൽ ഈ സമഷ്ടി പ്രപഞ്ചത്തിൻ്റെ ആവിഷ്കാരത്തിന് പോലും അപ്പുറത്തുള്ള കേവലമായ ആത്മാവിൽ ലയിപ്പിക്കൂ. ഇവിടെ സാധകൻ ഈശ്വരനൊക്കെ ഉപരിയായി. ഇപ്പം മഹത്തത്വത്തിൽ എന്ന് പറഞ്ഞാൽ അവിടെ സമഷ്ടി ബുദ്ധിയിൽ ഈശ്വരനാ. അതിനെ നീ ശാന്ത സകല ഈ ഈ ഈ പ്രപഞ്ച സൃഷ്ടിക്കായി കൊണ്ടുള്ള സങ്കല്പങ്ങൾ ഈക്ഷാഞ്ചക്രേ എന്നൊക്കെ പറയുന്നുണ്ട് ശ്രുതി. തദൈക്ഷത ബഹുസ്യാം എന്നൊക്കെ പറയുന്നുണ്ട്. ആ സൃഷ്ടിവിഷയകമായ സങ്കല്പത്തിന് പോലും ഉപരിയുള്ള എല്ലാ സ്പന്ദനങ്ങളും വിലയിച്ച, ശാന്തമായ, ഉപശമിച്ച കേവലമായ പരമാത്മസ്വരൂപത്തിൽ നിയമിക്കൂ. ഇതാണ് സാധന. ഇതിപ്പോൾ വായിച്ചു പോയാൽ മതി, വളരെ എളുപ്പമാണ്. ഇത്ര എളുപ്പമുള്ളത് വേറെ ഒന്നുമില്ല. അതിസൂക്ഷ്മ നിഗൂഢ സാധനയാണിത്.
ഏ സ്വയം എത്തണതല്ലേ എന്ന് ചോദിച്ചാൽ മഹത്തത്വം വരെ സങ്കല്പത്തിലൂടെ എത്താമെങ്കിൽ അതിനപ്പുറത്തും സങ്കല്പം ശരിയാണ്, സങ്കല്പം വേണം. പക്ഷെ വിചാരമാണ് അവിടെ കുറച്ചും കൂടി നല്ല വാക്ക്. അതിസൂക്ഷ്മ വിചാരമാണ്. ആ അതിസൂക്ഷ്മ വിചാരം തന്നെയാണ് പിന്നെയും കൊണ്ടുപോണത്. വിചാരം കൊഴിഞ്ഞു പോയാൽ ശാന്താത്മാവായി. അത് തന്നെയല്ലേ സൂക്ഷ്മ വിചാരം. വിചാരം കൊഴിഞ്ഞു പോകുന്നവരെ വിചാരം ചെയ്യാം. ആ തലത്തിൽ അതും കൊഴിഞ്ഞുപോയി. അതെ, ബുദ്ധി അവിടെ പിൻവാങ്ങുക എന്ന് പറയുമ്പോൾ, ഇപ്പോൾ വാക്കിനെ, ആത്മാവിനെ കുറിച്ച് പറയാൻ കഴിയാതെ വാക്ക് പിൻവാങ്ങുന്നു, മനസ്സ് പിൻവാങ്ങുന്നു, ബുദ്ധി പിൻവാങ്ങുന്നു എന്ന പിൻവാങ്ങലല്ല അവിടെ. വ്യത്യാസമുണ്ട്. അവിടെ പ്രാപിക്കാൻ കഴിയാതെയുള്ള പിൻവാങ്ങലുണ്ട്, ഇതല്ല. ഇതവിടെ ഏകീഭവിച്ചു. അതെ, ആദ്യത്തെ തിരിച്ചു വരിക എന്ന് പറഞ്ഞത് പ്രാപിക്കാൻ കഴിയാതെ തിരിച്ചു വരിക, ഇതല്ല. ഇത് ഏകീഭവനമാണ്. ആ ശാന്താത്മാവാണ് താനെന്ന ബോധത്തിൽ സമ്പൂർണമായിരിക്കുന്ന ഈ ജീവഭാവവും ഈശ്വരഭാവവും വിലയിച്ചു. ഇവിടെ ബുദ്ധിയെ മഹത്തത്വത്തിൽ വിലയിപ്പിക്കുമ്പോഴത്തേക്ക് ജീവഭാവം പോയി എന്ന് പറയാം. പിന്നെ ഈശ്വരഭാവമാണ്. ആ മഹത്തിനെ ശാന്ത ആത്മാവിൽ വിലയിപ്പിച്ചു എന്ന് പറയുമ്പോഴത്തേക്ക് ഈശ്വരഭാവവും പോയി. കേവലമായിരിക്കുന്ന സത്സ്വരൂപത്തിൽ ബ്രഹ്മാവസ്ഥിതിയിൽ അയാൾ ബ്രഹ്മനിഷ്ഠനായി കഴിയുകയാണ്. ഇനി അയാൾക്കൊന്നും എത്തേണ്ടതുമില്ല, ഇനി കയറാനുമില്ല, ഇറങ്ങാനുമില്ല. സ്വരൂപനിഷ്ഠനായി. എന്ത് വേണമെങ്കിൽ പറഞ്ഞോളൂ, എന്ത് പറഞ്ഞാലും വിരോധമില്ല. പറയാൻ പറ്റാത്തതിനെ കുറിച്ച് എന്തും പറഞ്ഞൂടെ. കഴിഞ്ഞ ദിവസം ഒരാൾ ചോദിച്ചു, നമുക്ക് ഈശ്വരൻ എന്താ 1000 പേരൊക്കെ? പേരില്ലാത്തവനെ പേര് വിളിച്ചാൽ എന്ത് പേരും വിളിച്ചൂടെ? ഇല്ല. പേരുള്ളവനെ പല പേര് വിളിച്ചാൽ മോശമാണ്. ഇപ്പോൾ ഒരാൾ, നമുക്ക് പേരുണ്ട് വ്യവഹാരത്തിൽ. അപ്പോൾ ഒരാൾ എൻ്റെ അടുത്ത് വന്നിട്ട് എൻ്റെതല്ലാത്തൊരു പേര്, കുക്കുടാനന്ദ എന്ന് വിളിച്ചാൽ ഞാൻ നോക്കണില്ല, ഉണ്ടോ? എൻ്റെ പേര് കുക്കുടാനന്ദൻ അല്ലല്ലോ, അല്ലേ? അതെ, ഞാൻ നോക്കാൻ പോണില്ല. അവിടെ ചിദാനന്ദാന്ന് വിളിച്ചാൽ നോക്കും. എന്താണ്? നോക്കും. പേരുള്ളവർക്ക് വേറെ പേര് വിളിച്ചാൽ തെറിയായിട്ടാണ് കൂട്ടുക. അങ്ങനെയല്ലേ? നമ്മൾ ഈ തെറിയായിട്ട് കൂട്ടണതൊന്നും മോശം വാക്കുകളല്ല, ഒക്കെ നല്ല വാക്കുകളാണ്, ഒക്കെ നല്ല നല്ല വാക്കുകളാണ്. പക്ഷെ നമ്മളതല്ലാത്ത പേര് വെച്ച് നമ്മളെ വിളിച്ചാൽ മോശമായിട്ടാണ് കൂട്ടുക. ആ പേരില്ലാത്ത ആളെ വിളിക്കുമ്പോഴോ എന്തും വിളിക്കാം. വിശ്വം എന്ന് വിളിച്ചു നോക്കി, പോരാ. വിഷ്ണുഹു പോരാ. വഷട്കാരഹ പോരാ. ഭൂതഭവ്യ ഭവത് പ്രഭു പോരാ. അങ്ങനെ വിളിച്ചു നോക്കാണ്. ഈ മഹത്തത്വം ഇല്ലാതെ കണ്ട് പരമമായതിലേക്ക് എത്തിക്കൂടെ? ആയിക്കോട്ടെ, വിരോധമില്ലല്ലോ. ഇവിടെ ഈ പറഞ്ഞ സ്റ്റെപ്പിൻ്റെ നടുക്കൊക്കെ ഇനി സ്റ്റെപ്പ് കൂട്ടാം. ഇവിടെ തന്നെ നോക്കൂ. ആദ്യം വാക്കിനെ മനസ്സിലൊതുക്കാൻ പറഞ്ഞു. അതിന് പകരം എന്ത് ചെയ്യാം? വാക്കിനെ നീ മനസ്സിലൊതുക്കിക്കോളൂ. ഉടനെ പറയാം, അടുത്തതായിട്ട് നീ ജ്ഞാനേന്ദ്രിയങ്ങളെ മനസ്സിലൊതുക്കിക്കോളൂ. അതിവിടെ പറഞ്ഞിട്ടില്ല. അതിനെ ക്രമമായി ബുദ്ധിയിൽ ഒതുക്കിക്കോളൂ. ബുദ്ധിയെ നീ അഹങ്കാരത്തിൽ ഒതുക്കിക്കോളൂ. അങ്ങനെ പറയാം.
ക്രമമായി ഇനി ഒരുപാട് സ്റ്റെപ്പ് കൂട്ടി പറയാം. എങ്ങനെ പറഞ്ഞാലും ഒന്നുമില്ല, തത്വം മാറുന്നില്ല. അല്ല അല്ല ബുദ്ധിയെ ആദ്യം പിടിക്കാൻ പറ്റില്ല. ആദ്യം സ്ഥൂലമായത് പിടിച്ചിട്ടേ സൂക്ഷ്മത്തിലേക്ക് പോകാൻ പറ്റൂ. മറ്റത് വെറുതെ നമുക്ക് താത്വികമായി പറയാം. സിദ്ധാന്തം പറയാൻ ആദ്യം ബുദ്ധി നിയന്ത്രിക്കപ്പെട്ടാലേ മനസ്സ് നിയന്ത്രിക്കപ്പെടൂ എന്ന് പറയാം. ശരിയാണ്, ബുദ്ധി തലത്തിൽ ശരിയാണ്. പക്ഷേ സാധന എപ്പോഴും സ്ഥൂലത്തു നിന്ന് സൂക്ഷ്മത്തിലേക്കേ പറ്റുള്ളൂ, അല്ലാണ്ട് പറ്റില്ല. മനസ്സ് എന്ത് ചിന്തിക്കണമെന്ന് ബുദ്ധി തീരുമാനമെടുക്കുന്നത് ശരി, അതൊക്കെ നല്ലതാണ്. പക്ഷെ ഇവിടെ അതല്ല. ഇവിടെ സങ്കല്പ വികല്പാത്മക വൃത്തിയെ മുഴുവൻ ക്രമമായി വിചാരത്തിലൂടെ ഇല്ലാതാക്കി. അധ്യവസായം നിശ്ചയം എന്നുള്ളതിലേക്ക് നമ്മളെത്തി. അപ്പോൾ എപ്പോഴാണോ അന്ധകരണത്തിൽ സങ്കല്പ വികല്പങ്ങൾ ഇങ്ങനെ പലതായി പൊട്ടിമുളച്ച് വികസിക്കാത്തത്, അപ്പോൾ ബുദ്ധി തന്നെയാണ് അവിടെ ഉള്ളത്. അതിനാ പറഞ്ഞത്. അങ്ങനെ ക്രമമായി ശാന്ത സ്വരൂപത്തിൽ, ശാന്ത ആത്മാവിൽ നീ ഒതുങ്ങി. നോക്കൂ ഭാഷ്യം. യച്ഛേത് നിയച്ഛേത് ഉപസംഹരേത് പ്രാജ്ഞഃ വിവേകി കിം വാക് വാചം. വാഗത്ര ഉപലക്ഷണാർത്ഥ സർവേഷാം ഇന്ദ്രിയാണാം. ക്വ മനസി. മനസീതി ഛാന്ദസം ദൈർഘ്യം. തച്ച മനഃ യച്ഛേത് ജ്ഞാനേ പ്രകാശസ്വരൂപേ ബുദ്ധൗ ആത്മനി. ബുദ്ധിർഹി മന ആദി കരണാനി ആപ്നോതി ഇതി ആത്മാ പ്രത്യക് തേഷാം. ജ്ഞാനം ബുദ്ധിം ആത്മനി മഹതി പ്രഥമജേ നിയച്ഛേത്. പ്രഥമജവത് സ്വച്ഛസ്വഭാവകം ആത്മനഃ വിജ്ഞാനം ആപാദയേത് ഇത്യർത്ഥഃ. തം ച മഹാന്തമാത്മാനം യച്ഛേത് ശാന്തേ സർവവിശേഷ പ്രത്യസ്തമിത സ്വരൂപേ അവിക്രിയേ സർവാന്തരേ സർവബുദ്ധി പ്രത്യയ സാക്ഷിണേ മുഖ്യേ ആത്മനേ. യച്ഛേത് നിയച്ഛേത് ഉപസംഹരേത് പ്രാജ്ഞഃ വിവേകി കിം വാക് വാചം. വാഗ് അത്ര ഉപലക്ഷണാർത്ഥ സർവേഷാം ഇന്ദ്രിയാണാം. ക്വ മനസി. മനസി ഇതി ഛാന്ദസം ദൈർഘ്യം. തച്ച മനഃ യച്ഛേത് ജ്ഞാനേ പ്രകാശസ്വരൂപേ ബുദ്ധൗ ആത്മനി. ബുദ്ധിർഹി മന ആദി കരണാനി ആപ്നോതി ഇതി ആത്മാ പ്രത്യക്തേഷാം. ജ്ഞാനം ബുദ്ധിം ആത്മനി മഹതി പ്രഥമജേ നിയച്ഛേത്. പ്രഥമജവത് സ്വച്ഛസ്വഭാവകം ആത്മനഃ വിജ്ഞാനം ആപാദയേത് ഇത്യർത്ഥഃ. തം ച മഹാന്തം ആത്മാനം യച്ഛേത് ശാന്തേ സർവവിശേഷ പ്രത്യസ്തമിത രൂപേ അവിക്രിയേ സർവാന്തരേ സർവബുദ്ധി പ്രത്യയ സാക്ഷിണേ
മുഖ്യേ ആത്മനെ. അപ്പോൾ യച്ഛേത് നിയച്ഛേത്, നിയോഗിക്കൂ, യോജിപ്പിക്കൂ, ചേർക്കൂ, ഒതുക്കൂ എന്നൊക്കെ പറയാം. ഉപസംഹരേത്, ഭാഷ്യകാരൻ താല്പര്യം പറയുകയാണ്. ഉപസംഹരേത്, ഉപസംഹരിക്കൂ. ആര്? പ്രാജ്ഞഃ, വിവേകി, വിവരമുള്ളവൻ, വിവേകമുള്ളവൻ. എന്താണ് വിവേകം? തൻ്റെ കരണങ്ങളെ നിഗ്രഹിച്ചാൽ മാത്രമേ തനിക്ക് ജീവിത ലക്ഷ്യങ്ങളെ പ്രാപിക്കാൻ കഴിയൂ. ക്രമേണ ആത്യന്തിക പുരുഷാർത്ഥത്തിലേക്ക് ഉയരാൻ സാധിക്കൂ എന്ന ബോധം ഉള്ളവൻ വിവേകി. ഇവയെ ഇഷ്ടം പോലെ അലയാൻ വിടുന്നിടത്തല്ല, ഇവയെ നിയമിക്കുന്നിടത്താണ് കാര്യം. കാര്യം എന്ന് പറഞ്ഞാൽ കർത്തവ്യം എന്നർത്ഥം. എന്നറിയുന്നവൻ വിവേകി. കിം, എന്തിനെയാ നിയമിക്കേണ്ടത്? വാക്ക്, വാചം. വാക്കെന്നുള്ളത് അവിടെ ദ്വിതീയയിൽ വാചം എന്നർത്ഥം മനസ്സിലാക്കണം. വാക്കിനെ എന്ന്. മലയാളത്തിലാകുമ്പോൾ അങ്ങനെ ദ്വിതീയ പറഞ്ഞോളാം നിർബന്ധമില്ല. വാക്കെന്ന് പറഞ്ഞാലും മലയാളത്തിൽ ശരിയാവും. അപ്പോൾ വാക്കിനെ എന്ന് മനസ്സിലാക്കുക. വാചം. ഇപ്പോൾ സാമാന്യ സംസ്കൃതത്തിലാണെങ്കിൽ വാക്ക് എന്നവിടെ പറയില്ല, വാചം എന്ന് തന്നെ പറയണം. ഇത് ശ്രുതി ആയതുകൊണ്ട് ശ്രുതിക്ക് അങ്ങനെയൊക്കെ പറയാം. താല്പര്യം മനസ്സിലാക്കിയാൽ മതി. നമ്മളാരെങ്കിലും പറഞ്ഞതാണെങ്കിൽ തെറ്റാ പറയും. ശ്രുതി പറഞ്ഞാൽ തെറ്റെന്ന് പറയുമോ? അതില്ല. ശ്രുതി മാത്രമല്ല, ഋഷിമാർ പറഞ്ഞാലും നമ്മളാരും തെറ്റാന്ന് പറയില്ല. അപ്പോൾ വ്യാകരണത്തിനനുസരിച്ച് തെറ്റായൊരു പ്രയോഗം ഋഷി ചെയ്താൽ ഒരിക്കലും നമ്മൾ തെറ്റെന്ന് പറയില്ല. അത് അർഷമാണ്, ഇങ്ങനെയാണ് അത് ഉദ്ദേശിച്ചത് എന്ന് നമ്മൾ പറയും. അത് വെച്ചിട്ട് നമുക്ക് തെറ്റ് പറയാനുള്ള ഒരു ലൈസൻസ് അല്ല അത്. നമ്മൾ ഭാഷ വ്യവസ്ഥാപിതമായിട്ട് ശുദ്ധമായിട്ടേ പ്രയോഗിക്കാൻ പാടുള്ളൂ. ശരി. വാഗ് വാചം. വാഗ് അത്ര ഉപലക്ഷണാർത്ഥ സർവേഷാം ഇന്ദ്രിയാണാം. ഭാഷ്യകാരൻ പറയാണ് വാക്കെന്നുള്ളത് അവിടെ ഉപലക്ഷണാർത്ഥത്തിലാണ്. എന്തിൻ്റെ? എല്ലാ ഇന്ദ്രിയങ്ങളുടെയും, കർമ്മേന്ദ്രിയങ്ങളുടെയും ജ്ഞാനേന്ദ്രിയങ്ങളുടെയും ഒക്കെ ഉപലക്ഷണാർത്ഥത്തിലാണ് വാക്ക്. വാഗത്ര ഉപലക്ഷണാർത്ഥ. ക്വാ, എവിടെ? വാക്കിനെ നിയോഗിക്കാൻ പറഞ്ഞു. വിവരമുള്ളവൻ വാക്കിനെ നിയോഗിക്കണം എന്ന് പറഞ്ഞു. എവിടെ? ക്വാ, മനസി. മനസി എന്ന് പറഞ്ഞാൽ നമുക്കൊരർത്ഥവും കിട്ടില്ല. എന്നാ മനസി എന്ന് പറഞ്ഞാൽ ഒരർത്ഥമില്ല. അപ്പോൾ ഭാഷ്യകാരൻ പറയാണ് മനസി ഇത് ഛാന്തസം ദൈർഘ്യം. അതും ഛാന്തസമായ ദൈർഘ്യമാണെന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഹ്രസ്വമാക്കി അർത്ഥം കിട്ടി. മനസി എന്ന് പറഞ്ഞാൽ മനസ്സിൽ എന്നായി. മനസ്സിൽ. വാക്കിനെ മനസ്സിൽ നിയമിക്കൂ. തച്ച മനഃയച്ഛേത് ജ്ഞാനേ പ്രകാശസ്വരൂപേ ബുദ്ധൗ ആത്മനി. പ്രകാശസ്വരൂപമായ ബുദ്ധിയിൽ മനസ്സിനെ ലയിപ്പിക്കൂ, മനസ്സിനെ ഒതുക്കൂ, സങ്കല്പ വികല്പ വൃത്തികളെ ഒതുക്കൂ. അതിസൂക്ഷ്മ സാധനയാണ്, ശ്രദ്ധിക്കണം. അതിസൂക്ഷ്മമായ സാധനയാണ്. ബുദ്ധിർഹി മനാദി കരണാനി ആപ്നോതീതി ആത്മാ. എന്താണ് ഇവിടെ ബുദ്ധി ആത്മാന്ന് പറഞ്ഞത്? ബുദ്ധി ആത്മാവ് അല്ലല്ലോ, ബുദ്ധി ഒരു ഉപാധിയല്ലേ. പിന്നെ എങ്ങനെയാ ആത്മാന്ന് പറഞ്ഞത്? ചോദ്യം. അപ്പം പറയുന്നു ആപ്നോതീതി ആത്മാ, നേടുന്നതാണ് ആത്മാ, പ്രാപിക്കുന്നതാണ് ആത്മാ. അപ്പോൾ മനസ്സ് തുടങ്ങിയ കരണങ്ങളെയൊക്കെ നേടുന്നത് ആരാണ്? വ്യാപിച്ചിരിക്കുന്നത് ആരാണ്? ബുദ്ധിയാണ്. മനസ്സിലൂടെ വ്യാപിച്ചിരിക്കുന്നത് ബുദ്ധിയാണ്. മനസ്സിനെ ഗ്രഹിക്കുന്നത് ബുദ്ധിയാണ്.
അതുകൊണ്ട് മനസ്സിനെ സംബന്ധിച്ച് ബുദ്ധി ആത്മാവാണ്, ഇന്ദ്രിയങ്ങളെ സംബന്ധിച്ച് മനസ്സ് ആത്മാവാണ്. അങ്ങനെ മനസ്സിലാക്കുക. ജ്ഞാനം ബുദ്ധിം, ആ ജ്ഞാനത്തെ, ബുദ്ധിയെ ആത്മനി മഹതി പ്രഥമജേ നിയച്ഛേത്, മഹത്തത്വത്തിൽ ലയിപ്പിക്കോ. ഇവിടെ മഹത്തത്വത്തിനെ ഹിരണ്യഗർഭൻ എന്ന് പറയുന്നു. അവ്യക്തത്തിൽ നിന്ന് ആദിയിൽ പ്രഭവിച്ച യാതൊരു ഹിരണ്യഗർഭഭാവമുണ്ടോ, സമഷ്ടി ബുദ്ധി, ബ്രഹ്മാവ്, ഹിരണ്യഗർഭൻ എന്നൊക്കെ പറയാം, അവിടെ നിയോഗിക്കൂ. ഭാഷ്യകാരൻ പറയാണ്, പ്രഥമജനെ പോലെ സ്വച്ഛസ്വഭാവകമാക്കി തീർക്കൂ. പ്രഥമജനെ പോലെ സ്വച്ഛസ്വഭാവയുക്തമായി ബുദ്ധിയെ തീർക്കൂ. അതാണ് ഭാഷ്യകാരൻ്റെ ഒരു വിശദീകരണം. അങ്ങനെയാണ് പോണത്. നിഷ്കളങ്കം എടുത്തോളൂ. സ്വച്ഛം, ശുദ്ധമായ. കൊച്ചു കുട്ടികളതും അങ്ങനെ തന്നെയാണ്, കൊച്ചു മക്കളത്. ഭക്തിയുടെ മാർഗത്തിൽ പോകുമ്പോൾ ഈ തലത്തിൽ എത്തുമ്പോൾ ഒരു ബന്ധനം ഉണ്ടാവണില്ലേ, അതിനെ മുറിക്കാൻ വിഷമല്ലേ എന്ന് ചോദിച്ചപ്പോൾ എന്താ പറയുക? വിഷമം അതിന് മറുപടി പറയുക. കാരണം ഓരോ മാർഗത്തിൽ പോകുന്നവർ ഈ പ്രശ്നം വരും എന്താന്ന് ചോദിച്ചാൽ, ഈ അനേക ട്രാക്കുള്ള റോഡിൽ വണ്ടി ഓടിക്കണ പോലെയാണ്. 10 ട്രാക്കൊക്കെ ഉള്ള, 10ഉം 15ഉം ട്രാക്കുള്ള റോഡിൽ വണ്ടി ഓടിക്കാൻ സുഖമാണ്. ലൈൻ ട്രാഫിക് പാലിച്ച ഏറ്റവും സുഖമാണ്. ഒരപകടവും വരാതെ വേഗത്തിൽ നമുക്ക് ലക്ഷ്യം എത്താം. പക്ഷേ ലൈൻ ട്രാഫിക് എന്നുള്ളത് പലർക്കും അറിയില്ല. ഇവിടെ 2 ലൈനായപ്പോഴത്തേക്ക് തന്നെ അവിടെ അപകടം പെരുകയാണ്. അറിയാഞ്ഞിട്ടാണ്. ലൈനിൽ കൂടെ ഓടിക്കണം. ഇത് റോഡ് കാലി കണ്ടാൽ ഉടനെ അങ്ങോട്ട് എടുക്കും. അത് പാടില്ലല്ലോ. ഒരു ലൈനിൽ നമ്മൾ ആ ലൈനിൽ തന്നെ ഓടിക്കണം. മറ്റേ ലൈനിലേക്ക് മാറ്റണമെങ്കിൽ ഇൻഡിക്കേറ്റർ ഇട്ടിട്ടേ മാറ്റാൻ പാടുള്ളൂ, അല്ലാണ്ട് മാറ്റരുത്. നിങ്ങൾ ഏത് മാർഗത്തിലാണോ പോകണം ആ മാർഗത്തിൽ പോകണം. പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ അവൻ മറ്റേടത്തേക്ക് നോക്കും, ഇപ്പുറത്തേക്ക് നോക്കും, കൂട്ടിയിടിക്കും. ഭക്തനെ സംബന്ധിച്ച് അവൻ മറ്റൊന്നും വിചാരം ചെയ്യണില്ല. വിഷ്ണുവിന് 4 കൈയുണ്ട്, 2 കാലുണ്ട്, നീലവർണ്ണമാണ് എന്ന് പറഞ്ഞാൽ അവന് സന്തോഷമാണ്. അവൻ ആലോചിക്കാനൊന്നും പോകുന്നില്ല എന്താണ് ഈ 4 കൈ, അങ്ങനെ ഉണ്ടാവുമോ, അതൊരു വികലതയല്ലേ, അവനൊന്നും നീലവർണ്ണം ഉണ്ടാവുമോ എന്നൊന്നും അവൻ ആലോചിക്കാൻ പോകുന്നില്ല. അവനത് സമാധാനവും സന്തോഷമാണ്. നേരെ മറിച്ച് മറ്റേ എന്തിനപ്പോൾ 4 വേണോ, എന്താ ഇപ്പോൾ 4, 2 കാല അല്ലെങ്കിൽ 4 കാലുണ്ടെങ്കിൽ തിരക്കിട്ടില്ല. മനുഷ്യൻ നമുക്ക് 2 കൈയും 2 കാലുമാണ്. അപ്പോൾ ഇതിപ്പോൾ 2 കാലാണെന്ന് വെച്ചാൽ 4 കൈ ശരിയില്ലല്ലോ, അങ്ങനെ 4 കാലും കൂടി വേണം എന്നുള്ള ആലോചനയൊന്നും അവിടെ വരില്ല. അതൊക്കെ മറ്റേ ആൾക്ക് വരും, ജ്ഞാനവിചാരം. അപ്പോൾ അതിൻ്റെ തത്വം പറയേണ്ടി വരും. എന്താണത്, എന്തിനെ പ്രതിനിധീകരിക്കും എന്നൊക്കെ പറയേണ്ടി വരും. ആ പ്രശ്നമാണ്. അപ്പോൾ ഓരോരോ വഴി പോണവർ അതതിൽ പോയി കഴിഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല. ഇതല്ലേ ശരി, അത് തെറ്റല്ലേ എന്നുള്ള ചോദ്യമില്ല. എല്ലാം ശരിയാണ്. ആരാ തെറ്റ് വിധിക്കാൻ? നമ്മളാരും തെറ്റ് വിധിക്കാൻ ആരുമല്ല. ഉപനിഷത്ത് മാത്രമല്ലല്ലോ ശാസ്ത്രം. വ്യത്യസ്തങ്ങളായ അനേക സാധനാമാർഗങ്ങളും അവയ്ക്ക് വിഹിതങ്ങളായ ശാസ്ത്രങ്ങളും ഉപദേശ സമ്പ്രദായങ്ങളും ഒക്കെ നിലനിൽക്കുന്നുണ്ട്. എല്ലാത്തിനെയും ബഹുമാനിക്കുക, എല്ലാത്തിനെയും ആദരിക്കുക, അംഗീകരിക്കുക. പക്ഷേ നമ്മൾ തുടരേണ്ടത് നമുക്ക് യുക്തമായതിൽ മാത്രം. അപ്പോൾ പ്രശ്നം വരില്ല. ഇല്ലെങ്കിൽ കൂട്ടിയിടിക്കും. തം ച മഹാന്തം ആത്മാനം യച്ഛേത് ശാന്തേ സർവവിശേഷ പ്രത്യസ്തമിത സ്വരൂപേ. ആ മഹത്തായ ഹൈരണ്യഗർഭഭാവത്തെ, സമഷ്ടി ബുദ്ധിഭാവത്തെ, ശാന്തമായ സകല വിക്രിയകളും അടങ്ങിയ സർവവിശേഷ പ്രത്യസ്തമിത രൂപേ, സർവവിശേഷങ്ങളും പ്രത്യസ്തമിച്ച,
അപ്പോൾ ആദ്യത്തെ വിശേഷമായിട്ട് ഇപ്പോൾ ബ്രഹ്മാവ് ആവിർഭവിച്ചു എന്ന് വിചാരിച്ചോളൂ, അവിടെ നിന്നിട്ട് മറ്റെല്ലാ വിശേഷവും വന്നു എന്ന് വിചാരിച്ചോളൂ. അതുപോലുമില്ലാത്ത കേവലമായ ആ ബോധസ്വരൂപത്തിൽ വിലയിപ്പിച്ചോളൂ. സർവബുദ്ധി പ്രത്യയ സാക്ഷിണി, സർവബുദ്ധി പ്രത്യയ സാക്ഷിണി, സർവബുദ്ധി പ്രത്യയങ്ങളുടെയും സാക്ഷിയായിരിക്കുന്ന പ്രതിബോധവിദിതം മതം. ബോധം ബോധം പ്രതി വിദിതം. ബൗദ്ധപ്രത്യയങ്ങൾ സമുദ്രത്തിലെ തിരമാലകൾ പോലെ ഉദിച്ചുയർന്ന് അസ്തമിച്ച് ഉദിച്ചുയർന്ന് അസ്തമിച്ച് അങ്ങനെ പോവുക. അതിൻ്റെ മുഴുവൻ അടിസ്ഥാനഭൂതമായ കേവലബോധം. അവിടെ തിരകളില്ല. ആ തിരകളെല്ലാം അടങ്ങിയ കേവലബോധ സ്വരൂപത്തിൽ അങ്ങനെ അവിടെ എങ്ങനെ ഇരുന്നോളൂ. ആ സ്ഫുരണം പ്രത്യയത്തിലാണ്. എവിടുന്നാണ് സ്ഫുരിക്കണത്? അടിസ്ഥാനത്തു നിന്ന്. ആ അടിസ്ഥാനം ഏതാ? ഈ സ്ഫുരിച്ചു എന്ന് പറഞ്ഞാലും അതെന്താ? സ്ഫുരിച്ചു എന്ന് പറ, തിരമാല ഉണ്ടായി, ഉയർന്നു ഒതുങ്ങി, ഉയർന്നു ഒതുങ്ങി. ഇങ്ങനെ ബൗദ്ധപ്രത്യയങ്ങൾ ഉദിച്ചുയർന്ന് അസ്തമിക്കുമ്പോഴും ആ ബൗദ്ധപ്രത്യയങ്ങളും ജലത്തിൽ നിന്ന് ഭിന്നമല്ല തിരമാല എന്ന പോലെ ബോധം തന്നെയാണ്. പക്ഷെ അത് ആവിർഭവിക്കുന്നു, ഒതുങ്ങുന്നു, ആവിർഭവിക്കുന്നു, ഒതുങ്ങുന്നു. ഈ ആവിർഭാവ തിരോഭാവങ്ങളൊക്കെ നടക്കുമ്പോഴും സ്വരൂപം അഭേദമായി നിൽക്കുന്നു. ആര് സൃഷ്ടിക്കപ്പെട്ടാലും ആര് സംഹരിക്കപ്പെട്ടാലും ഞാൻ തന്നെ. അത്രയേ ഉള്ളൂ. മനസ്സിൽ എന്തെല്ലാം വൃത്തികൾ വന്നാലും പോയാലും ഞാൻ തന്നെ. ഏവം പുരുഷേ ആത്മനി സർവം പ്രവിലാപ്യ നാമരൂപകർമ്മത്രയം യത് മിഥ്യാജ്ഞാന വിജൃംഭിതം ക്രിയാകാരക ഫലലക്ഷണം സ്വാത്മയാഥാത്മ്യജ്ഞാനേന മരീച്യുതകരജ്ജുസർപ്പഗഗന മലാനീവ മരീചിരജ്ജുഗഗനസ്വരൂപദർശനേനൈവ സ്വസ്ഥഃ പ്രശാന്താത്മാ കൃതകൃത്യോ ഭവതി. യതഃ അതഃ തദ്ദർശനാർത്ഥം. ഉപനിഷത്തിൻ്റെ, കഠോപനിഷത്തിൻ്റെ അല്ല, മൊത്തം ഉപനിഷത്തുക്കളുടെ സാരമാണ് ഈ ഒരു വാചകത്തിൽ ഭഗവാൻ ഭാഷ്യകാരൻ നമുക്ക് പകർന്നു തരുന്നത്. നോക്കൂ, ഏവം പുരുഷേ ആത്മനി സർവം പ്രവിലാപ്യ നാമരൂപകർമ്മത്രയം യത് മിഥ്യാജ്ഞാന വിജൃംഭിതം ക്രിയാകാരക ഫലലക്ഷണം സ്വാത്മയാഥാത്മ്യജ്ഞാനേന മരീച്യുതകരജ്ജുസർപ്പഗഗനമലാനീവ മരീചിരജ്ജുഗഗനസ്വരൂപദർശനേനൈവ സ്വസ്ഥഃ പ്രശാന്താത്മാ കൃതകൃത്യഃ ഭവതി. യതഃ അതഃ തദ്ദർശനാർത്ഥം. ആദ്യം ഒരു വസ്തുതയെ പറയുകയാണ്, എന്നിട്ട് അതിനോട് കൂട്ടി ഘടിപ്പിച്ചിട്ട് മുന്നോട്ട് പോവുകയാണ്. എന്താണ് ആ വസ്തുത? ഇപ്രകാരം. എപ്രകാരം? ഈ പറഞ്ഞ പോലെ. എന്താ പറഞ്ഞത്? യച്ഛേദ് വാക് മനസി തന്മനഃ യച്ഛേദ് ബുദ്ധൗ തദ്ബുദ്ധിം തം ബുദ്ധിം മഹതി മഹത് ശാന്തേ. ഇങ്ങനെ ക്രമമായി പറഞ്ഞു. അങ്ങനെ പരമപുരുഷനിൽ, ആത്മാവിൽ, കേവലാത്മാവിൽ, ശാന്താത്മാവിൽ സർവം പ്രവിലാപ്യ എല്ലാത്തിനെയും വിലയിപ്പിച്ചു, അഭേദജ്ഞാനത്തിലേക്ക് ഉയർന്നു. അഹമേവ തത്, അത് തന്നെ ഞാൻ എന്ന കേവല ബോധത്തിൽ അമർന്നു.
ചിന്തിക്കുക. നാമരൂപകർമ്മത്രയം, നാമം, രൂപം, കർമ്മം എന്നീ മൂന്നിനെയും, നാമരൂപകർമ്മങ്ങളാണ് ഈ സംസാരം മുഴുക്കെ. നാമരൂപങ്ങൾ എന്ന് പറഞ്ഞാൽ തന്നെ മതി, എന്നാലും കർമ്മം കൂടി കിടക്കട്ടെ അല്ലേ? അതാണ്. ക്രിയ വരുന്നു, ക്രിയയുടെ ലക്ഷ്യമായിട്ട് കർമ്മമുണ്ട്, ആ ക്രിയയെ ചെയ്യുന്ന കർത്താവുണ്ട്. അപ്പോൾ കർത്തൃ, ക്രിയ, കാരക, ഫല, ലക്ഷണം അതൊക്കെ ഈ ക്രിയ എന്നുള്ള ഒറ്റ ശബ്ദത്തിൽ വന്നു. കർത്താവ്, ക്രിയ, കർമ്മം ഒക്കെ അതിൽ വന്നു ഇല്ലേ? കാരകങ്ങൾ, ഫലങ്ങളൊക്കെ വന്നു ക്രിയ എന്നുള്ളതിൽ. കാരണം ക്രിയ എന്ന് പറഞ്ഞാൽ ആരാ ചെയ്യണത്? ചോദ്യമായി. എന്തിനാ ചെയ്യണത്? ചോദ്യമായി. എങ്ങനെയാ ചെയ്യണത്? ചോദ്യമായി. അപ്പോൾ കർത്താവ്, കർമ്മം, കാരകങ്ങൾ ഒക്കെ വന്നു. അപ്പോൾ കർത്തൃക്രിയ കാരകങ്ങളോടുകൂടി, കാരകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രഥമ, ദ്വിതീയ, തൃതീയ, ചതുർത്ഥി, പഞ്ചമി, ചിലപ്പോൾ ഷഷ്ഠി, സപ്തമി എല്ലാം വന്നു. കാരകം എന്ന് പറഞ്ഞാൽ ഇതൊക്കെ അല്ലേ? ആര്, എന്തിന്, എന്തിൻ്റെ കൂടെ അഥവാ എന്തിനാൽ, എന്തിനു വേണ്ടി, എന്തിൽ നിന്ന്, എന്തിൻ്റെ, എന്തിലേക്ക് എന്നൊക്കെ ചോദ്യം വരും. അതാണുള്ള കാരകങ്ങൾ. അപ്പം ഈ സംസാരം മുഴുക്ക വന്നു. അപ്പം നാമരൂപകർമാഖ്യമായ, നാമരൂപക്രിയാഖ്യമായ സകലവും എല്ലാം വന്നു. എല്ലാത്തിനെയും എന്തായി? കേവലമായ ശാന്തമായ ആത്മാവിൽ വിലയിപ്പിച്ചു. ഇത് പ്രവിലാപ്പി എല്ലാം വിലയിപ്പിച്ചു. എല്ലാം. ഇപ്പം ഭിന്നമായ ഒന്നില്ല. ഇപ്പം ഞാൻ മാത്രം, ഞാനല്ലാതെ അവിടെ മറ്റൊന്നുമില്ല. കേവലം ഞാൻ. നാമോ ഇല്ല, രൂപവും ഇല്ല, കർമ്മവും ഇല്ല. കർമ്മം ഇല്ലാച്ചാൽ പിന്നെ ദേവതകളോ തിര്യക്കുകളോ മനുഷ്യന്മാരോ മറ്റൊന്നുമില്ല. ഫലാനുഭവങ്ങളായ ലോകങ്ങളില്ല. കേവലം ഞാൻ. കേവലം ഞാൻ കലർപ്പില്ലാത്ത. കലർന്നിട്ടാണല്ലോ ഈ കുഴപ്പങ്ങളൊക്കെ. എന്താ ഈ കുഴപ്പമൊക്കെ ഉണ്ടാവാൻ കാരണം? ഈ സംസാരം മുഴുവൻ ഉണ്ടായത് എന്തുകൊണ്ടാണ്? ഞാനല്ലാത്തതിനോട് കലർത്തുകയാണ് തന്നെ. കലർപ്പ് പോയാൽ കേവലായി. ബ്രഹ്മത്തിൻ്റെ സ്വഭാവമാണോ സ്പന്ദനം എന്ന് ചോദിച്ചാൽ സ്പന്ദനം ഒഴിഞ്ഞാലാണ് ബ്രഹ്മത്തിൻ്റെ സ്വഭാവം. സ്പന്ദനം ബ്രഹ്മത്തിൻ്റെ തന്നെ. അഗ്നിയിൽ ഉഷ്ണം പോലെ അഭിന്നമായി മായാസ്പന്ദനമുണ്ട്. അപ്പോൾ നാമരൂപകർമാഖ്യം മിഥ്യാജ്ഞാന വിജൃംഭിതം. നാമരൂപകർമ്മങ്ങളെ ഭാഷ്യകാരൻ പറയുകയാണ് മിഥ്യാജ്ഞാന വിജൃംഭിതം. മിഥ്യാജ്ഞാനത്താൽ വിജൃംഭണം ചെയ്യപ്പെട്ടത്. മിഥ്യാജ്ഞാനം. കേവല ബോധത്തിലൊന്നും മിഥ്യാജ്ഞാനം വന്നിട്ടില്ല. മിഥ്യാജ്ഞാനം ഉള്ളവനേ മിഥ്യാജ്ഞാനമുള്ളൂ. വെറുതെ അവൻ കേവലബോധം എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അഹം ബ്രഹ്മാസ്മി എന്ന് പ്രസംഗിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? ഞാനിപ്പോൾ അഹം ബ്രഹ്മാസ്മി പറയുകയാണ്. സ്വാമി എത്രയായി? 10. ഒരു 20 മിനിറ്റും കൂടി അഹം ബ്രഹ്മാസ്മി ആവാം. അത് കഴിഞ്ഞാൽ അഹം ഭോക്ത, ഞാൻ ഭോക്താവ്. എന്താവോ? ഇന്നെന്താ? ഇഡ്ഡലിയാണ്. ശരി. അത് വെറുതെ പറഞ്ഞുകൊണ്ട് ഒരു കാര്യമില്ല, ഒരു പ്രയോജനമില്ല. അതുകൊണ്ട് കേവലബോധത്തിൽ എങ്ങനെ സ്പന്ദനം വന്നു? കേവലബോധത്തിൽ അല്ലടോ സ്പന്ദനം. സ്പന്ദനത്തെ കുടുങ്ങിയിരിക്കണം. നീയാണ് ചിന്തിക്കുന്നത് കേവലബോധത്തിൽ എങ്ങനെ സ്പന്ദനം വന്നു. അപ്പം പിന്നെ അവിടെയോ മൗനം. ഇത്രയേ ഉള്ളൂ.
ഉപനിഷത്തിൻ്റെ അങ്ങേ അറ്റത്തെ ഒരു 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 ഗഹനതയാണിത്, ശ്രദ്ധിക്കുക. അപ്പോൾ മിഥ്യാജ്ഞാന വിജൃംഭിതമായ നാമരൂപകർമ്മത്രയത്തെ സകലവും തന്നെ ആത്മാവിൽ, ഏതാത്മാവിൽ? ശാന്തമായ പരമമായ ആത്മാവിൽ വിലയിപ്പിച്ച് സ്വാത്മയാഥാത്മ്യജ്ഞാനേന. അതെങ്ങനെയാണ് ആ വിലയിപ്പിക്കുന്ന പ്രക്രിയ? സ്വാത്മയാഥാത്മ്യജ്ഞാനേന എന്താണ് തൻ്റെ സ്വരൂപമെന്ന ബോധം കൊണ്ട്. തൻ്റെ സ്വരൂപബോധം വന്നപ്പോൾ താൻ മിഥ്യാകൽപിതമായത് പോയി. ഇപ്പം ഞാൻ മിഥ്യാകൽപിതമായിട്ട് ഒരുപാട് സങ്കല്പങ്ങൾ എനിക്കുണ്ട്. ഞാൻ ബ്രഹ്മചാരിയാണ്, ഞാൻ ഗൃഹസ്ഥനാണ്, ഞാൻ വാനപ്രസ്ഥനാണ്, ഞാൻ സന്യാസിയാണ്. ഒരാൾ പറയാണ് നിങ്ങൾ കള്ളസന്യാസിയാണ്. അപ്പം തന്നെ എനിക്ക് ദേഷ്യം പിടിച്ചു. എടാ, നീ എന്നെ കള്ളസന്യാസി എന്ന് വിളിച്ചോ? സത്യത്തിൽ എന്താണ്, ഞാൻ സന്യാസിയാണോ? ആരാ പറഞ്ഞ ഞാൻ സന്യാസിയാണ്? ഞാനല്ലേ? ഞാനാണ്. അപ്പോൾ ഒരു മിഥ്യാജ്ഞാനം, ആ മിഥ്യാജ്ഞാനത്തെ സംബന്ധിച്ച് ഒരാൾ എന്തെങ്കിലും ഒരു അഭിപ്രായ വ്യത്യാസം പറയുമ്പോഴത്തേക്ക് എനിക്ക് ദേഷ്യം പിടിച്ചു. ഇതാണ് സ്ഥിതി. പട്ടി, പൂച്ച, കാക്ക, കോഴി എന്തെന്നെ വിളിച്ചാലും എനിക്ക് ദേഷ്യം പിടിച്ചിരിക്കും, വിഷമാവും. അയാൾ എന്നെ അങ്ങനെ വിളിച്ചു ഇല്ലേ? അപ്പോൾ താൻ ഇപ്പോൾ സങ്കല്പിച്ച് വെച്ചാൽ മിഥ്യാജ്ഞാന ചുറ്റത്തിൽ ഉറച്ചിരിക്കുക. എന്നാൽ ഏത് നിമിഷമാണോ സ്വാത്മയാഥാത്മ്യബോധം പ്രകാശിക്കുന്നത്, അപ്പോൾ ഇത് താനേ കൊഴിഞ്ഞുപോയി, അത് പിന്നെ നിൽക്കില്ല. ഈ ഞാൻ കൗന്തേയനാണ് എന്ന ബോധം വന്നാൽ പിന്നെ രാധ എന്നുള്ള ബോധം നിൽക്കുമോ? വലിയ പ്രശ്നമാണത്. പിന്നെ ജീവിക്കുന്നത് രാധേയനായിട്ട് തന്നെയായിരിക്കും. ആരാന്ന് മനസ്സിലായില്ലേ? ആരാ? കർണനാണ്. അപ്പോൾ രാധേയനായിട്ടാണ് ജീവിക്കണത്. അപ്പോൾ കുന്തി പറഞ്ഞു, മോനെ നീ രാധേയനല്ല, നീ ആരാണ്? നീ കൗന്തേയനാണ്, നീ എൻ്റെ മോനാണ്. ഉറച്ചു, അവൻ മനസ്സിലാക്കി, വിശ്വസിച്ചു. അവനറിയാം ഞാൻ കൗന്തേയനാണ്. പക്ഷേ പുറത്തെങ്ങനെയാണ്? രാധേയനായിട്ട് തന്നെ ജീവിക്കുന്നു. രാധേയനായി ജീവിച്ചാൽ അവനൊരു സംശയമില്ല. അത്രയേ ഉള്ളൂ. അപ്പം ഇന്ന് കൗന്ദയ ജ്ഞാനം ഉണ്ടാവുക, നാളെ കൗന്ദയ ബോധം ഉണ്ടാവുക, അങ്ങനെയൊന്നുമില്ല. ഏത് നിമിഷം അന്തിമിഷം. അപ്പം അതുവരെയുള്ള എല്ലാം കൊഴിഞ്ഞു പോയി. ഞാൻ സിംഹമാണെന്ന് അറിഞ്ഞ നിമിഷം ആടാണെന്നുള്ള തോന്നൽ പോയി. അതുവരെ മേന്ന് കരഞ്ഞുകൊണ്ടിരുന്ന നീ സിംഹമാണെന്ന് ഉപദേശിക്കപ്പെട്ടു, അപ്പോഴും പൂർണ്ണമായി വിശ്വസിച്ചിട്ടില്ല. ജലാശയത്തിൽ പ്രതിബിംബം നോക്കാൻ പറഞ്ഞു. നോക്കിയപ്പോൾ ശരിയാണല്ലോ, ഞാൻ ആടിനെ പോലെ അല്ലല്ലോ, ഇവനെ പോലെയാണല്ലോ ഞാൻ. എന്നാൽ നീ ഒന്ന് ഗർജിക്ക്. വളരെ പണിപ്പെട്ടു, കുറേ കാലമായിട്ട് ഇങ്ങനെ ആടിനെ പോലെ കരഞ്ഞ് ശീലിച്ചതാണ്. എന്നാലും കുറച്ച് പണിയെടുത്തപ്പോൾ ഗർജിച്ചു. ഇനി സംശയം വരുമോ ഞാൻ ആടാണെന്ന്? ഇനി സംശയം വരില്ല, ഉറപ്പ്. അപ്പം മിഥ്യാജ്ഞാന വിജൃംഭിതമായത് എങ്ങനെയാണ് ഒഴിഞ്ഞു പോകുന്നത് എന്ന് ചോദിച്ചാൽ ഒറ്റ വഴിയേ ഉള്ളൂ, സ്വാത്മയാഥാത്മ്യജ്ഞാനേന. എന്താണ് തൻ്റെ ശരിയായ ആത്മബോധം, തൻ്റെ സ്വരൂപം എന്നുള്ള ജ്ഞാനം കൊണ്ട്. ഏതുപോലെ? മരീച്യുതക രജ്ജുക സർപ്പ ഗഗനമലാനി ഇവ. ആചാര്യസ്വാമികൾ എപ്പോഴും പറഞ്ഞ് ആവർത്തിക്കുന്നതും വേദാന്ത വിദ്യാർത്ഥികൾ കേട്ട് മടുത്തതുമായ, കാന്ന് കേട്ടാൽ മതി, അപ്പം തന്നെ വിദ്യാർത്ഥികൾ പറയും ഇനി പറയേണ്ട ബാക്കിയെന്ന്. കാരണം കയറ് പാമ്പാണ് പറയാൻ പോണത്, അറിയാം. അതുകൊണ്ട് അത് തന്നെ ആചാര്യം വീണ്ടും പറയും. കാരണം പ്രസിദ്ധമായത് പറഞ്ഞാൽ എളുപ്പമാണല്ലോ, മറ്റേ നമുക്ക് അറിയാത്തൊക്കെ പറഞ്ഞുണ്ടാക്കണ്ടേ. അപ്പം മരീച്യുതക, എന്താണ് മരീച്യുതകം? മരീചി ജലം.
മരുഭൂമിയിൽ വെള്ളമില്ലാത്തിടത്ത് വെള്ളമുണ്ടെന്ന് തോന്നുന്നു. അങ്ങനെ വെള്ളത്തിനായിക്കൊണ്ട് അങ്ങോട്ട് ഓടുന്നു. അപ്പം അത്രയും ദൂരെ കാണുന്നു. പിന്നെയും ദൂരം, പിന്നെയും ദൂരം. അങ്ങനെ വെള്ളം കണ്ട് ഓടി ഓടി തളർന്ന് വീണ് ചാവുന്നു. ഇത്രയേ ഉള്ളൂ. ഇതാണ് മരീചിതക ദൃഷ്ടാന്തം. അപ്പം അവിടെ വെള്ളമില്ലെങ്കിലും വെള്ളമുണ്ടെന്ന് തോന്നുന്നു, വെള്ളം കാണുന്നു. അതുപോലെ രജ്ജു സർപ്പ, രജ്ജു കയറിൻ്റെ കഷ്ണം, കയറിൻ്റെ കഷ്ണത്തിൽ പാമ്പിനെ കണ്ടു. മന്ദപ്രകാശത്തിൽ കയറ് കണ്ടപ്പോൾ പാമ്പാണെന്ന് തോന്നി. പാമ്പല്ലേ? പാമ്പ് തന്നെയാണ്. പാമ്പാണെങ്കിൽ എന്തൊക്കെ ഉണ്ടോ അതൊക്കെ ഉണ്ടായി. പ്രകാശം കൊണ്ടുവന്ന് പരിശോധിച്ചപ്പോഴാണ് ഇതൊരു കയറിൻ്റെ കഷ്ണമെന്ന് മനസ്സിലായത്. ഗഗനമലാനി, ആകാശത്തിൽ മാലിന്യങ്ങളെ കാണുന്നുണ്ട് നമ്മൾ. ആകാശത്തിൽ മാലിന്യം ഇല്ല വാസ്തവത്തിൽ. അത് മേഘങ്ങളോ മറ്റ് ഘടകങ്ങളോ ഒക്കെ സഞ്ചരിക്കുകയാണ്. അതിന് നമ്മൾ ആകാശത്തിൽ മാലിന്യമായിട്ട് കൂട്ടുന്നു. ഈ മിഥ്യാജ്ഞാനങ്ങളെല്ലാം എങ്ങനെയാണ് ഒഴിയുന്നത്? മരീചിരജ്ജു ഗഗനസ്വരൂപ ദർശനേന. ഇത് മരീചിയാണ്, ഇത് രജ്ജുവാണ്, ഇത് ഗഗനമാണ് എന്ന സ്വരൂപ ദർശനത്തിൽ അതിൽ അധ്യാരോപിക്കപ്പെട്ടതൊക്കെ താനേ കൊഴിഞ്ഞുപോയി. അതുപോലെ സ്വാത്മയാഥാത്മ്യബോധത്തിൽ അധ്യാരോപിതമായ നാമരൂപകർമ്മത്രയം താനെ കൊഴിഞ്ഞുപോയി. താതാത്മ്യം കൊഴിഞ്ഞു. സ്വബോധത്തിൽ താതാത്മ്യം പോയി. അത് തന്നെ, അത്രയേ ഉള്ളൂ. സ്വബോധത്തിൽ താതാത്മ്യം പോയി. സ്വബോധത്തിൽ മാത്രമേ താതാത്മ്യം പോകൂ, അല്ലാണ്ട് പോവില്ല, വേറെ വഴിയില്ല. ഞാൻ തന്നെ. താതാത്മ്യം കൂടി വരും. അതിപ്പോ ഒന്നിൻ്റെ മുകളിലടുത്തത്, അതിൻ്റെ മുകളിലടുത്തത് വരികയായി. എങ്ങോട്ട്? ബുദ്ധിയിൽ നിന്ന് ഇങ്ങോട്ട് മനസ്സിലേക്ക് വന്നു, മനസ്സിന് ഇന്ദ്രിയങ്ങളിലേക്ക് വന്നു, ശരീരത്തിലേക്ക് വന്നു, ശരീരവുമായി ബന്ധപ്പെടുന്നവരിലേക്ക് വന്നു. അവരിന്ന് അങ്ങനെ പോവുകയായി. മക്കൾ എന്നുകൊണ്ട് പോവുകയായി. അപ്പുറത്തേക്ക് അമ്മ അച്ഛൻ അങ്ങോട്ട് പോവുകയായി, കൂട്ടുകാർ അങ്ങനെ പോവുകയായി. ഈ ശരീരവുമായി ബന്ധപ്പെട്ട വസ്തുക്കളിൽ, സ്ഥാനങ്ങളിൽ, പദവികളിൽ ഒക്കെ പോവുകയായി. ധരിച്ച കുപ്പായത്തിലടക്കം ഇല്ലേ? അത് താതാത്മ്യമാണ്. ഞാൻ ഇപ്പം പോയിട്ട് ഒരു പുള്ളി ഷർട്ടൊക്കെ ഇട്ട് വന്ന് ഇവിടെ ഇരുന്നാൽ നിങ്ങൾ ഇവിടെ, എനിക്ക് തോന്നണില്ല നിങ്ങൾ ആരെങ്കിലും ഇവിടെ ഇരിക്കുന്നു. ചിലപ്പോൾ വേഗം വല്ല വണ്ടിയാറ്റം വിളിക്കാൻ വേണ്ടി പോയി എന്ന് വരും. അറിയാതെ ഉപായത്തിൽ എന്നെ പിടിച്ചു കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. കാരണം കൂടുതൽ ഇളകണതിന് മുമ്പായിട്ട് ആശുപത്രിയിൽ എത്തിക്കണമെന്ന് വിചാരിച്ചിട്ട് സ്നേഹമുള്ളവരങ്ങനെ. ബാക്കിയുള്ളവരൊക്കെ സ്ഥലം വിടും. അതെന്താ? പുള്ളി ഷർട്ട് ഇട്ടാൽ ഞാനല്ല ഉണ്ടാവുമോ? പുള്ളി ഷർട്ട് ഇട്ടാൽ ചിദാനന്ദപുരസ്വാമി അല്ലാതാവുക? ചോദ്യം. ഞാൻ സന്യാസി അല്ലാണ്ടാവുക? എന്താ നിങ്ങളുടെ അഭിപ്രായം? എന്ത്? ഒരു വ്യത്യാസവും വരില്ല. ഉറപ്പല്ലേ? പക്ഷേ വലിയ ഉറപ്പുണ്ടാവില്ല അങ്ങനെ വരുമ്പോൾ. എന്നാലും സ്വാമിക്ക് എന്തോന്ന് പറ്റിയോ? അതെ. അപ്പം എന്താ പ്രശ്നം? ഇതാണ്, ഒന്നിൽ അടുത്തത് അധ്യാരോപിക്കുകയാണ്, അതിൽ അടുത്തത് അധ്യാരോപിക്കുകയാണ്. ഞാൻ സന്യാസിയാണ്, ചോദ്യം 1. അപ്പോൾ ഉടനെ സന്യാസി കാവ്യ തന്നെയാണ്. അടുത്തത് കാവ്യ അല്ലാത്തത് തിരിച്ചാൽ അയാൾ സന്യാസി ആവില്ല. അങ്ങനെ അടുത്തത് ഇങ്ങനെ ഘടിപ്പിച്ച് പോവുകയാണ്. എന്താ ചെയ്യുക? ഒരപ്പോ ഇല്ല. അല്ലല്ല ഇപ്പോൾ, പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട്. ഇപ്പോൾ മിഥ്യാജ്ഞാനത്തിൽ ഒന്ന് കഴിഞ്ഞാൽ അടുത്തത്, അത് കഴിഞ്ഞാൽ അടുത്തത്, അങ്ങനെ ഘടിപ്പിച്ച് പോവുകയാണ്. ഇത് ഏതാണ് ഇതിൻ്റെ മൂലം? അത് വിട്ടാൽ ബാക്കിയൊക്കെ വിട്ടു. ഈ കാന്തം, അതിലൊരു ഇരുമ്പ് ഘടിപ്പിച്ചു, അത് വേറൊരു ഇരുമ്പിനെ പിടിച്ചു, അത് വേറൊരു ഇരുമ്പിനെ പിടിച്ചു, അങ്ങനെ 4-5 എണ്ണമൊക്കെ പിടിക്കും. ഈ ആദ്യത്തെ കാന്തം വേർപെടുത്തിയാലോ
ഇതൊക്കെ വീണു. അത്രയേ ഉള്ളൂ. അപ്പം ബാക്കി എല്ലാം കൊഴിഞ്ഞു പോയി, എല്ലാം കൊഴിഞ്ഞു പോയി. ഒരു ആള് ഇലക്ട്രിക് ഷോക്ക് അടിച്ച് നിൽക്കുകയെന്ന് വിചാരിച്ചോളൂ, കാറ്റ് പോയിട്ടില്ല എന്ന് വിചാരിച്ചോളൂ, പോണതിന് കുറച്ച് സമയം വേണമല്ലോ. അപ്പോഴത്തേക്ക് അയാളെ വേറൊരാൾ കയറി പിടിച്ചു, അയാളെ വേറൊരാൾ കയറി പിടിച്ചു, ഒരു 6 എണ്ണം ഉണ്ടെന്ന് വിചാരിച്ചോളൂ. ഈ അവസാനത്തെ ആളെ പിടിച്ച് മാറ്റണ്ട, ആദ്യത്തെ ആളെ അടിച്ച് വീഴ്ത്തിയാൽ ബാക്കി എല്ലാവരും ഷോക്കിൽ നിന്ന് മുക്തരാവും. ഒരു ഉണങ്ങിയ വടി കൊണ്ട് ആദ്യത്തെ ആളെ ഞങ്ങൾ അടിച്ച് പൊട്ടിച്ചാൽ മതി കൈ, ബാക്കി എല്ലൊക്കെ പിന്നെ നോക്കാമല്ലോ, എല്ലൊക്കെ പിന്നെ നേരെയാക്കാം. അയ്യോ അയാൾ എല്ലാം ഒടിഞ്ഞു പോവോ, ഞാൻ അടിച്ചാലെന്നൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല. അതേ സമയത്ത് ഇരുമ്പ് പൊടി കൊണ്ട് അടിച്ചാലോ ഞാനും നിൽക്കും അവിടെ. അത്രയേ ഉള്ളൂ. ഇതുപോലെയാണ് വിദ്യാജ്ഞാനത്തിൻ്റെ ഈ പ്രവൃത്തി. അതങ്ങനെ പോവും, എന്തൊക്കെയായിട്ടാണ് പോവുക. ഒന്നും വേണ്ട, എനിക്ക് ഇപ്പോഴും ഓർമ്മ ഉണ്ട് കിട്ടുമോ, ഒരു 90 ഈ 90 ജൂലൈയിലാണ് നമ്മളിവിടെ വരുന്നത്. 90 ജൂലൈയിൽ ആ വർഷം മണ്ഡലകാലത്തൊരു പ്രഭാഷണം ഉണ്ടായി. പ്രഭാഷണം ഒന്നല്ല, ഒരു യജ്ഞമാണ്, 7 ദിവസത്തെ ഭഗവത്ഗീത യജ്ഞം മണ്ഡലകാലത്ത്. അപ്പോൾ കുറച്ചു നേരം കഴിഞ്ഞു, ഏകദേശം സമയം എത്രയായി എന്നൊരു സംശയം. അപ്പോൾ ഒരാൾ സമയം ചോദിച്ചു. അപ്പോൾ അയാൾ സമയം പറഞ്ഞു, അത്ര ആയിട്ടുണ്ടാവില്ലല്ലോ, കഷ്ടകാലത്തിന് പറഞ്ഞു പോയി. ഒരാൾ മുഖം മാറിയെന്നേ, അയാൾ മുഖം മാറി, അയാൾക്ക് ദേഷ്യം പിടിച്ചു. അത്രയായി, ഓ ശരി സന്തോഷം, അല്ലാണ്ടെന്താ, സത്യത്തിൽ അത്ര ആയിട്ടുണ്ടായിരുന്നില്ല, അയാളുടെ വാച്ച് തെറ്റായിരുന്നു. അപ്പോൾ അയാളുടെ വാച്ച് തെറ്റാന്ന് സൂചന വരുമ്പോഴത്തേക്ക് അയാളുടെ മുഖം മാറി. അപ്പോൾ താതാത്മ്യം പോയ പോക്ക് നോക്കൂ എങ്ങോട്ടാന്ന്. ഞാനിരിക്കുന്ന ശരീരം എൻ്റെ ശരീരം, ആ ശരീരത്തിൽ കെട്ടിയിട്ടുള്ള വാച്ച്, അതിൽ കാണിക്കുന്ന സൂചി, അത് അല്പം തെറ്റാന്ന് പറഞ്ഞപ്പോഴത്തേക്ക് നമ്മളെ മുഖം മാറുകയാണ്. നീ തെറ്റാന്നല്ല പറഞ്ഞത്. ഇത്രയാ താതാത്മ്യം, ഇത്രയാണ് താതാത്മ്യം. അപ്പോൾ സ്വരൂപബോധത്തിൽ മാത്രമേ താതാത്മ്യങ്ങൾ അഴിയുന്നുള്ളൂ. അങ്ങനെ അഴിഞ്ഞാലോ സ്വസ്ഥനായി. ഇപ്പം എന്താ ജീവിതത്തിൽ വേണ്ടത് നമുക്ക്? സ്വസ്ഥത, തന്നിലിരിക്കുക, വേറൊന്നും വേണ്ട. സ്വർഗത്തിലിരിക്കണ്ട, വൈകുണ്ഠത്തിലിരിക്കണ്ട, കൈലാസത്തിലിരിക്കണ്ട. അവിടെ ഇരുന്നാലൊന്നും സ്വസ്ഥനാവില്ല. കൈലാസസ്ഥനാവുകയുള്ളൂ, വൈകുണ്ഠസ്ഥനാവുകയുള്ളൂ. സ്വസ്ഥനാവണമെങ്കിൽ തന്നിലിരിക്കണം, അതാ വേണ്ടത്. മിഥ്യാജ്ഞാനം ഒഴിഞ്ഞാൽ നമ്മളിൽ തന്നെയാണ് ഇരിക്കണത്. സ്വസ്ഥ സ്വസ്മിൻ തിഷ്ഠതി ഇതി സ്വസ്ഥ, തന്നിൽ ഇരിക്കുന്നവൻ എന്നർത്ഥം. തൻ്റെ ആനന്ദ സ്വരൂപത്തിലിരിക്കുന്നവൻ. പ്രശാന്താത്മാ, പ്രശാന്തനായി, എല്ലാ മിഥ്യാജ്ഞാനങ്ങളും ഒഴിഞ്ഞു. അതാണ് ഇതാണെന്നുള്ള താതാത്മ്യങ്ങളൊക്കെ ഒഴിഞ്ഞു. പ്രശാന്താത്മാ കൃതകൃത്യോ ഭവതി, കൃതകൃത്യനായി, ചെയ്യേണ്ടത് ചെയ്തവനായി. എന്ത് ചെയ്യാനാണോ ഈ മനുഷ്യജീവിതം കിട്ടിയിട്ടുള്ളത് അതായി. ഇനിയിപ്പോൾ എങ്ങോട്ടും ഇല്ല, എങ്ങോട്ടും പോണ്ട, സ്വസ്ഥൻ കഴിഞ്ഞു. ഇതാണ് സകല സാധനകളുടെയും അല്ലെങ്കിൽ ഉപനിഷത്തിൻ്റെയും എല്ലാം പരിസമാപ്തി, സ്വസ്ഥത. ആ വാചകം ഒന്ന് ശ്രദ്ധിക്കൂ. പുരുഷ ആത്മനി സർവം പ്രവിലാപ്യ നാമരൂപകർമ്മത്രയം യന്മിഥ്യാജ്ഞാന വിജൃംഭിതം ക്രിയാകാരക ഫലലക്ഷണം സ്വാത്മയാഥാത്മ്യജ്ഞാനേന മരീച്യുതക രജ്ജുസർപ്പ ഗഗനമലാനീവ മരീച്യുതക രജ്ജുസ്വരൂപദർശനേന ഏവ സ്വസ്ഥഃ പ്രശാന്താത്മാ കൃതകൃത്യോ ഭവതി. വ്യക്തമാണല്ലോ. ഇത് പഠിച്ചാൽ മതി, ഇനി പിരിച്ചുവിടാം. കഴിഞ്ഞു. കഴിഞ്ഞു, സംഗതി കഴിഞ്ഞു. പക്ഷേ പറഞ്ഞുകൊണ്ട് കാര്യമില്ല. യതഹ, യാതൊരു കാരണം കൊണ്ട് ഇങ്ങനെയാണോ, അതഹ, അതുകൊണ്ട്
തദ്ദർശനാർത്ഥം, ഈ ദർശനത്തിലേക്ക് നീ എത്തിയിട്ടില്ലല്ലോ. ഇപ്പോൾ താതാത്മ്യം ഉണ്ടല്ലോ, വിശപ്പുണ്ടല്ലോ, ഏകദേശം പോകാനായി തുടങ്ങിയെന്ന ചിന്ത ഉണ്ടല്ലോ, ഇല്ലയൊക്കെ ഉണ്ട്. അപ്പം അതുകൊണ്ട് ഇത് പറഞ്ഞുകൊണ്ട് കാര്യമില്ല. പിന്നെ എന്ത് ചെയ്യണം? ഉത്തിഷ്ഠത ജാഗ്രത പ്രാപ്യവരാൻ നിബോധത ക്ഷുരസ്യ ധാരാ നിശിതാ ദുരത്യയാ ദുർഗം പഥസ്തത് കവയോ വദന്തി. ഉത്തിഷ്ഠത ജാഗ്രത പ്രാപ്യവരാൻ നിബോധത ക്ഷുരസ്യ ധാരാ നിശിതാ ദുരത്യയാ ദുർഗം പഥസ്തത് കവയോ വദന്തി. ഉത്തിഷ്ഠത, നീ എഴുന്നേൽക്കൂ. എന്തിനാ? ഈ പറഞ്ഞത് എല്ലാ താതാത്മ്യവും വിട്ടൊഴിയുന്നത് സ്വരൂപബോധത്തിലാണ്. ആ സ്വരൂപബോധത്തിൽ കൃതകൃത്യനാകുന്നു, സ്വസ്ഥനാകുന്നു. ഈ സ്വസ്ഥതയാണ് എല്ലാവരും ലക്ഷ്യമാക്കുന്നത്. അപ്പം നിന്റെ ജീവിതത്തിൻ്റെ പരമമായ ലക്ഷ്യത്തിലേക്ക് നിനക്ക് പ്രാപിക്കണ്ടേ? വേണോ വേണ്ടയോ? വേണം എന്നുള്ളവർക്ക് ഉത്തിഷ്ഠത, എഴുന്നേൽക്കൂ. ജാഗ്രത, നല്ല ഉണർവോടുകൂടി എഴുന്നേൽക്കണം. ഉറക്കം തൂങ്ങി എഴുന്നേറ്റിട്ട് കാര്യമില്ല. അപ്പോൾ പകുതി ഉറക്കത്തിലാണ്, അങ്ങനെ എഴുന്നേറ്റിട്ട് ഒരു പ്രയോജനമല്ല. എഴുന്നേറ്റിട്ട് ഉറക്കം തൂങ്ങിയാൽ വീഴും, പരുക്ക് പറ്റും, ഒക്കെ പ്രശ്നമാണ്. ജാഗ്രതയോടുകൂടി എഴുന്നേൽക്കണം. ജാഗ്രത. എന്നിട്ട് എന്ത് ചെയ്യണം? വരാൻ പ്രാപ്യ, വരന്മാരെ ശ്രേഷ്ഠന്മാരെ പ്രാപിച്ചിട്ട് നിബോധത, നല്ല പോലെ അറിഞ്ഞോളൂ. അറിയേണ്ടതിന് അറിഞ്ഞോളൂ. നീ ആരാന്ന് അറിഞ്ഞോളൂ. ആരാന്നറിഞ്ഞാൽ മിഥ്യാജ്ഞാനം കൊഴിഞ്ഞു പോകും. അല്ലാണ്ട് മിഥ്യാജ്ഞാനം ഉപേക്ഷിക്കാൻ ഒരു വഴിയില്ല. എന്തൊക്കെ അല്ല എന്ന് വിചാരിച്ചിട്ടുണ്ടോ, എന്തൊക്കെയാണെന്ന് വിചാരിച്ചിട്ടുണ്ടോ, അതിനൊന്നും കെട്ടി പുറത്താക്കാൻ നമുക്ക് പറ്റില്ല. മറിച്ച് എന്താണ് താൻ എന്നറിയുമ്പോൾ എന്തല്ലായിരുന്നോ അതൊക്കെ കൊഴിഞ്ഞു പോകും. അതല്ലാതെ വേറെ വഴിയില്ല. അതുകൊണ്ട് ശ്രേഷ്ഠന്മാരെ പ്രാപിച്ച് നല്ലപോലെ അറിഞ്ഞോളൂ കേട്ടോ. എന്നാ വളരെ എളുപ്പമല്ലേ പുറപ്പെടാം? എളുപ്പമല്ല. ക്ഷുരസ്യ ധാരാ നിശിത ദുരത്യയാ, കത്തിയുടെ വായ്ത്തല പോലെ തരണം ചെയ്യാൻ വളരെ പ്രയാസമുള്ള മൂർച്ചയുള്ള കത്തിയുടെ വായ്ത്തല പോലെ തത്പഥ, ആ വഴി കിട്ടുമോ? വളരെ കരുതണം. സുഖാന്ന് വിചാരിച്ചിട്ട് പുറപ്പെടരുത്. കത്തിയുടെ വായ്ത്തല പോലെ മൂർച്ചയുള്ളതാ. അങ്ങനെയുള്ള വഴിയിൽ കൂടിയാണ് നീ പോകാൻ പോണത്. ആരാ പറഞ്ഞത് ഇങ്ങനെയൊക്കെ? കവയോ വദന്തി, വിദ്വാൻമാർ അങ്ങനെ പറയുന്നു, വിജ്ഞാനികൾ അനുഭവശാലികൾ അങ്ങനെ പറയുന്നു. അതുകൊണ്ട് പിന്തിരിയണം എന്നല്ല പറഞ്ഞത്. കരുതലോടുകൂടി ജാഗ്രതയോടുകൂടി വേണം ഓരോ കാൽവെപ്പും. അത്ര ഗൗരവ ബുദ്ധി വേണം. ഈ ഗൗരവ ബുദ്ധിയോടുകൂടി തന്നെയാണ് യാത്ര പുറപ്പെടുക. പക്ഷെ പുറപ്പെട്ട അല്പം മുന്നോട്ട് പോയാൽ ഇതൊക്കെയാണ്ട് പോകും. അതൊക്കെ പണ്ടായിരുന്നു സ്വാമി, മൂർച്ചയുള്ളതൊക്കെ പണ്ടായിരുന്നു. ഇപ്പോൾ കുറേ ആൾക്കാർ നടന്ന് അതൊക്കെ ഇപ്പം മൂർച്ച അല്ലാണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പം ഞാൻ പ്രത്യേകിച്ച് ചിട്ടകളൊന്നും പാലിക്കേണ്ടതില്ല. പിന്നെ അതുകൊണ്ട് ഉത്തിഷ്ഠത, ജാഗ്രത, വരാൻ പ്രാപ്യോ നിബോധത, ഇതാണ് ഉപദേശം. നമുക്ക് അല്പം കഴിഞ്ഞ് തുടരാം. ഓം സഹനാ ഭവതു സഹനൗ ഭുനക്തു സഹ വീര്യങ്കരവാവഹൈ
തേജസ്വിനാവധീതമസ്തു മാ വിദ്വിഷാവഹൈ. ഓം ശാന്തി ശാന്തി ശാന്തി.